അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം ഡയറ്റീഷ്യൻ ടീന സുബീർ. മിക്കവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് അല്ലെ ബെല്ലി ഫാറ്റ് കൂടുക എന്നുള്ളത്. ചിലർക്ക് ഒട്ടും തടിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബെല്ലി ഫാറ്റ് വളരെയധികം കൂടി വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡയറ്റ് എടുക്കും, വർക്കൗട്ട് ചെയ്യും. പക്ഷേ വർക്കൗട്ടിലൂടെ ഒരു സ്പോട്ട് റിഡക്ഷൻ ഒന്നും സാധ്യമല്ല കേട്ടോ. പലരും പറയാറുണ്ടല്ലോ ബെല്ലി കുറയ്ക്കാനുള്ള വർക്കൗട്ട്. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കാതെ വെറുതെ ബെല്ലിയിൽ വർക്കൗട്ട് കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഡയറ്റും വേണം, അതുപോലെ തന്നെ വർക്കൗട്ടും വേണം. വർക്കൗട്ടിന് ഒരു പ്രത്യേക സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓൾ ഓവർ ബോഡിക്കാണ് ഒരു റിഡക്ഷൻ വരുന്നത്. അതിനോടൊപ്പം തന്നെ ബെല്ലി ഫാറ്റും കുറയും. അതാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രാഷ് ഡയറ്റ് എടുക്കാതിരിക്കുക. ക്രാഷ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ബെല്ലി ഫാറ്റ് കുറയത്തില്ല. ഇതിന് കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ PCOS അഥവാ PCOD ഉള്ളവർക്ക്, അതുപോലെ തൈറോയിഡ് ഉള്ളവർക്ക്, തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക്, ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് ഒക്കെ ഇതുപോലെ ബെല്ലിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരും. മെയിനായിട്ട് ഫാറ്റി ലിവർ ഉള്ളവർക്ക്. ചിലർ മെലിഞ്ഞിരിക്കും, പക്ഷേ ബെല്ലി ഫാറ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെ കാണുന്നത് മിക്കവാറും ഫാറ്റി ലിവർ ഉള്ളവർക്കായിരിക്കും. ഫാറ്റി ലിവർ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വയറിൻ്റെ അടിവയർ ഇങ്ങനെ കുറച്ച് ചാടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ കൂടുതലും ഇരുന്നുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സെഡൻഡറി ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന മിക്കവർക്കും കാണാറുണ്ട് ബെല്ലി ഫാറ്റ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു മോഡിഫിക്കേഷനാണ് അത്യാവശ്യം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ള് പട്ടിണി കിടക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രയോജനങ്ങൾ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് വേണം ഡയറ്റിൽ, പ്രോട്ടീൻ വേണം, അതുപോലെ എല്ലാ ന്യൂട്രിയൻസും വേണം. ഇതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതിൽ വരുന്നത് മെയിനായിട്ട് സ്ട്രെസ്, ടെൻഷൻ ഉണ്ടെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയപ്പെടുന്ന ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. ഈ ഹോർമോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കൂടും. ബെല്ലിയുടെ ഭാഗത്ത് ഫാറ്റ് സ്റ്റോറേജ് കൂടുതലായിട്ട് നടക്കും. ഫാറ്റിൽ നിന്ന് എനർജി പുറത്തേക്ക് പോവില്ല, അത് സ്റ്റോർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാൻ നമ്മൾ സ്ട്രെസ് എപ്പോഴും മാനേജ് ചെയ്ത് നിർത്തുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യോഗ, മെഡിറ്റേഷൻ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങളിലോട്ട് മനസ്സ് തിരിച്ചുവിടുക. അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻസ് അടിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരുവിധം ആയി. പിന്നെ അതുപോലെ തന്നെ ഈ ഷുഗർ, ഡയറക്റ്റ് ഷുഗർ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ചിലർക്ക് കംപ്ലീറ്റ് ഒന്നും ഷുഗർ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് ദിവസം ഷുഗർ കട്ടിങ്ങിലൂടെ പോയി കഴിഞ്ഞാലും പിന്നീട് വീണ്ടും ഇവർ ഷുഗറിലോട്ട് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഡ്യൂറേഷൻ കുറയ്ക്കുക. ഇപ്പോൾ ദിവസവും ഒരു 5 ചായ മധുരമിട്ട് കുടിക്കുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ച് ഒരു 3 ചായയാക്കാം, അതുപോലെ 2 ചായയാക്കാം. അങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് ഒരു 2 സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 സ്പൂൺ ആക്കുക, 1/2 സ്പൂൺ ആക്കുക. അങ്ങനെ വേണം കുറച്ച് കൊണ്ടുവരാനായിട്ട്. അല്ലാതെ ഒറ്റയടിക്ക് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് വരാതിരിക്കാനായിട്ട് നോക്കുക. ഹോർമോൺസിൻ്റെ ഇംബാലൻസ് വരുമ്പോഴാണ് ലേഡീസിനൊക്കെ കുറേ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇംബാലൻസ് ഉള്ളവർക്കും ബെല്ലി ഫാറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. PCOD, PCOSനൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. വെയിറ്റ് കുറച്ച് നിർത്തുക. വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തായാലും ഡയറ്റ് നോക്കിയേ പറ്റുള്ളൂ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്രാഷ് ഡയറ്റിലോട്ട് പോകരുത്. നിങ്ങൾ വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് ആകുമ്പോൾ പിന്നീട് വെയിറ്റ് ഒരു കുറയാതെ വരും. അതായത് ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലോട്ട് പോകും. പിന്നീട് വെയിറ്റ് കുറയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും. എത്ര നമ്മൾ ശ്രമിച്ചാലും വെയിറ്റ് കുറയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് പോർഷൻ കൺട്രോളിൽ ഫുഡ് കഴിക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. റിഫൈൻഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതായത് റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് ഓയിൽസ്, അതുപോലെ റിഫൈൻഡ് ഫ്ലോർസ്, മൈദ, റവ തുടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതിനോടൊപ്പം തന്നെ വർക്കൗട്ടും ചെയ്യണം. അല്ലാതെ ഡയറ്റോ വർക്കൗട്ടോ ഇത് രണ്ടും മാറ്റി നിർത്താവുന്ന കാര്യങ്ങളോ ചില വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. ഡയറ്റ് വർക്കൗട്ട് ഒന്നുമില്ലാതെ 10 കിലോ കുറയ്ക്കാൻ പറ്റും. അതൊക്കെ തെറ്റായ ഒരു കാര്യം കേട്ടോ. അതിനൊക്കെ അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പോർഷൻ കൺട്രോളിങ്. നിങ്ങൾ സാധാരണ വീട്ടിൽ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് വെച്ചാൽ അത് കൺട്രോൾ ചെയ്ത് കഴിക്കാം. ഡിന്നർ നേരത്തെ ആക്കുക. ഡിന്നർ ലേറ്റ് ആക്കി കഴിഞ്ഞാലും ബെല്ലി ഫാറ്റ് കൂടും. ഡിന്നർ നേരത്തെ ആക്കുക. അതുപോലെ തന്നെ ആക്റ്റീവായിട്ടിരിക്കുക. എപ്പോഴും ഇരുന്ന് കൊണ്ടുള്ള ഒരു ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ റിവോൾവിങ് ചെയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിവോൾവിങ് ചെയറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാലറി അതിൽ നിന്ന് ബേൺ ആയി പോകും.
അതുപോലെ തന്നെ എപ്പോഴും വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു മൂവി കാണുകയാണ്, ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, അതിനുശേഷം വന്നിരിക്കുക. ഇങ്ങനെ എപ്പോഴും ഒന്ന് ആക്റ്റീവായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ലേഡീസിന് പറയണ്ടല്ലോ, വീട്ടിലൊക്കെ ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ നന്നായിട്ട് ജോലികളുണ്ടാവും. അപ്പോൾ ആക്ടിവിറ്റി വീട്ടിലെ ജോലികളിലൊക്കെ വർക്കൗട്ടായിട്ട് വിടുന്നില്ല, അത് ആക്ടിവിറ്റിയാണ്. വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അതിന് മനസ്സും ശരീരവും വർക്കൗട്ടിനായിട്ട് പാകപ്പെടുത്തിക്കൊണ്ട് വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം ഒന്നുമില്ല, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് സമയമുള്ളതുപോലെ വർക്കൗട്ട് ചെയ്യണം. വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ബെല്ലി ഫാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അത് ബ്ലഡ് ത്രൂ ആണ് എല്ലാ ഓർഗൻസിലോട്ടും എത്തുന്നത്. അതിന് വെള്ളം നന്നായിട്ട് വേണം. ബ്ലഡ് നന്നായിട്ട് എല്ലായിടും ഒഴുകി എത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുടിക്കണമല്ലോ. വെള്ളം വേണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കാം. സ്ലീപ്പ് മസ്റ്റാണ് കേട്ടോ. സ്ലീപ്പ് ഇല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കൂടും. നിങ്ങൾ ഒരു 7 മണിക്കൂർ എങ്കിലും ഉറക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കൂടി വരും. പ്രോപ്പറായിട്ട് നിങ്ങൾ ഉറങ്ങിക്കിയാൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റൊക്കെ നന്നായിട്ട് കുറയും. മിക്കവരുടെയും ധാരണ എന്താണെന്ന് പറയാമോ, ഈ ഭക്ഷണം ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഡിന്നർ കഴിക്കില്ല, ചിലപ്പോൾ ലഞ്ച് മാത്രം കഴിക്കും, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഡിന്നറും ലഞ്ചും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇത് രണ്ടും കഴിക്കാതെ ഡിന്നർ മാത്രം കഴിക്കും. ഇങ്ങനെയുള്ളൊരു ഹാബിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വെയിറ്റ് കൂടുകയുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഹാബിറ്റിലോട്ട് പോയാൽ ആദ്യത്തെ 1-2 മാസമൊക്കെ ഒരു കുറയുന്ന പോലെ തോന്നും. 3-ാമത്തെ മാസം മുതൽ നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, മാഡം എത്ര ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന്. അതിനൊക്കെ പ്രധാന കാരണം ഇല്ല, ഫുഡ് കൺട്രോൾ ചെയ്ത് വളരെ റെസ്ട്രിക്റ്റീവ് ഡയറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വെയിറ്റ് കുറയില്ല കേട്ടോ, കൂടുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പോർഷൻ കൺട്രോളിൽ എപ്പോഴും ഭക്ഷണം കഴിക്കണം. അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ റിച്ച് ഭക്ഷണം വേണം, വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താം. വർക്കൗട്ട് വേണം, ആക്ടിവിറ്റി വേണം, സ്ലീപ്പ് മസ്റ്റാണ്. വെള്ളം ധാരാളം കുടിക്കുക, ബോഡിയെ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈഡ്രേറ്റഡ് ആക്കി എപ്പോഴും വെക്കണം. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതുപോലെയുള്ള പുറമേ നിന്നുള്ള ആഹാര സാധനങ്ങളൊക്കെ ഒക്കേഷണലി യൂസ് ചെയ്യാം, എപ്പോഴും ഉപയോഗിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഡയറ്റ് അല്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെയിറ്റ് റിഡക്ഷൻ മാത്രമല്ല ഡയറ്റ് ഉള്ളത്, എല്ലാ ഡിസീസസിനും ഡയറ്റ് ഉണ്ട്. അപ്പോൾ ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം സ്ക്രീനിൽ, അതിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. വിളിക്കാൻ നിൽക്കരുത്, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഫീ ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.